ശനി സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം ശനി. ഗോൾഡൻ ജയിന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. ശനിയുടെ സൂര്യനിൽ നിന്നുള്ള അകലം 9.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനി. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനി. സൂപ്പർ വിൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം ശനി. റോമാക്കാരുടെ കൃഷിയുടെ ദേവന്റെ പേര് നൽകപ്പെട്ട ഗ്രഹം ശനി. ഏറ്റവും അധികം ഹൈഡ്രജൻ സമ്പുഷ്ടമായ ഗ്രഹം ശനി. ശനിയുടെ പാലായന പ്രവേഗം 35.5 km/s. സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. ജലത്തിന്റെ സാന്ദ്രതയേക്കാളും കുറഞ്ഞ സാന്ദ്രതയുള്ള ഗ്രഹമാണ് ശനി. സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ വലയങ്ങളുള്ള ഗ്രഹമാണ് ശനി. വലയങ്ങളുടെ തമ്പുരാൻ എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. ശനി ഗ്രഹത്തിന്റെ വലയങ്ങളെ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി 1610. എന്നാൽ അവ വലയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞത് ക്രിസ്റ്റ്യൻ ഹൈജൻസ്. പൊടിപടലങ്ങളാലും മഞ്ഞുകട്ടകളാലും നിർമ്മിതമാണ് ശനിയുടെ വലയമെന്ന് നിർവചിച്ചത് വില്യം ഹെർഷൽ. ശനിയുടെ ഭ്രമണകാലം 10 മണിക്കൂർ 33 മിനിറ്റ് 38 സെക്കൻഡ്. ശനിയുടെ പരിക്രമണ കാലം 30 വർഷങ്ങൾ. ശനിയുടെ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണ കഥാപാത്രങ്ങളുടെ പേരുകൾ. ശനിയുടെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങൾ ടൈറ്റൻ, പ്രൊമിറ്റ്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പൻഡോറ, മീമാസ്, റിയ, തേത്തീസ്, ഹെപ്പേരിയോൺ, എൻസെലാഡ്സ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി, 82 ഉപഗ്രഹങ്ങൾ. ശനിയുടെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റൻ. യുറാനസിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ടൈറ്റാനിയ. ശനിയുടെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം റിയ. ഡെത്ത് സ്റ്റാർ എന്നറിയപ്പെടുന്ന ശനിയുടെ ഉപഗ്രഹം മീമാസ്. ശനി ഗ്രഹത്തിന് സമീപം ആദ്യമായി എത്തിയ അമേരിക്കയുടെ ബഹിരാകാശ വാഹനം പയനിയർ 11. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഉപഗ്രഹം ടൈറ്റൻ. ടൈറ്റനെ കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് 1656. സൗരയൂഥത്തിൽ അന്തരീക്ഷമുള്ള ഏക ഉപഗ്രഹം ടൈറ്റൻ. ടൈറ്റന്റെ അന്തരീക്ഷത്തിൽ സമൃദ്ധമായുള്ള വാതകം നൈട്രജൻ. ശനിയുടെ ഏത് ഉപഗ്രഹത്തിലാണ് സമുദ്രത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? ടൈറ്റൻ. ഭൂമിയുടെ അപരൻ, ഭൂമിയുടെ ഭൂതകാലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ടൈറ്റൻ. ശനിയെയും അവയുടെ ഉപഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുവാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും സംയുക്തമായി വിക്ഷേപിച്ച പേടകം കാസിനി ഹ്യൂജൻസ്. കാസിനി ഹ്യൂജൻസ്. വലിയ വെളുത്ത പൊട്ട് കാണപ്പെടുന്ന ഗ്രഹം ശനി. യുറാനസ്. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം യുറാനസ്. യുറാനസിനെ കണ്ടെത്തിയത് വില്യം ഹെർഷൽ 1781. ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസ്. വലുപ്പത്തിൽ 3-ാം സ്ഥാനമുള്ള ഗ്രഹം യുറാനസ്. യുറാനസിന് സൂര്യനിൽ നിന്നുള്ള അകലം 19.6 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ്. യുറാനസിൽ അടങ്ങിയിരിക്കുന്ന വിഷവാതകം മീഥെയ്ൻ. ഏത് വാതകത്തിന്റെ സാന്നിധ്യത്താലാണ് യുറാനസ് നീലഹരിത വർണ്ണത്തിൽ കാണപ്പെടുന്നത്? മീഥെയ്ൻ. യുറാനസിന്റെ ഭ്രമണകാലം 17 മണിക്കൂർ. യുറാനസിന്റെ പരിക്രമണ കാലം 84 വർഷങ്ങൾ. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് യുറാനസ്. ധ്രുവപ്രദേശങ്ങൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഗ്രഹം യുറാനസ്. യുറാനസിന്റെ ധ്രുവപ്രദേശങ്ങൾ സൂര്യന് നേരെ വരുവാൻ കാരണം അച്ചുതണ്ടിന്റെ ചരിവ്. യുറാനസിന്റെ അച്ചുതണ്ടിന്റെ ചരിവ് 98 ഡിഗ്രി. യുറാനസിന്റെ എത്ര ഉപഗ്രഹങ്ങൾ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്? ഏകദേശം 27ഓളം. ഉപഗ്രഹങ്ങൾക്ക് ഷേക്സ്പിയർ കഥാപാത്രങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്ന ഗ്രഹം യുറാനസ്. യുറാനസിന്റെ പ്രധാന ഉപഗ്രഹങ്ങൾ ഏരിയൽ, മിറാൻഡ, കാലിബാൻ, ജൂലിയറ്റ്,
ഡെസ്റ്റിമോണ, പ്രോസ്പെറോ. നെപ്റ്റ്യൂൺ. സമുദ്രത്തിന്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂനെ കണ്ടെത്തിയ വാന നിരീക്ഷകൻ ജോഹാൻ ഗാലി, 1846. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്ന് നെപ്റ്റ്യൂണിന്റെ അകലം 30 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നെപ്റ്റ്യൂണിന്റെ പാലായന പ്രവേഗം 23.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പരിക്രമണം പൂർത്തിയാക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ കാലം 165 വർഷങ്ങൾ, ഭൗമ വർഷങ്ങൾ. നെപ്റ്റ്യൂണിന്റെ ഭ്രമണകാലം 16 മണിക്കൂർ 6 മിനിറ്റ്. നെപ്റ്റ്യൂണിന്റെ പരിക്രമണ വേഗത 5.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ശുക്രൻ കഴിഞ്ഞാൽ ഏറ്റവും വൃത്താകൃതിയിലുള്ള ഭ്രമണപഥമുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ പേരുകളിൽ വലയങ്ങളുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. എ, ബി, സി എന്നിങ്ങനെ 3 വലയങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശനി. ഇതുവരെ നെപ്റ്റ്യൂണിന്റെ എത്ര ഉപഗ്രഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്? ഏകദേശം 14ഓളം. നെപ്റ്റ്യൂണിൽ ഉപഗ്രഹങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ഗ്രീക്ക് പുരാണങ്ങളിലെ ജലദേവതമാരുടെ പേരിൽ നിന്നാണ്. നെപ്റ്റ്യൂണിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ട്രൈറ്റൺ. മാതൃഗ്രഹത്തിന്റെ ഭ്രമണദിശയുടെ എതിർദിശയിൽ പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹം ട്രൈറ്റൺ. സൗരയൂഥത്തിലെ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ള നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹം ടൈറ്റൺ. ഏറ്റവും അവസാനമായി കണ്ടുപിടിച്ച നെപ്റ്റ്യൂണിന്റെ ഉപഗ്രഹം S/2004N1. സൂര്യനിൽ നിന്ന് ഏതാണ്ട് 30 മുതൽ 55 അസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഹിമവസ്തുക്കളുടെയും ധൂളി പടലങ്ങളുടെയും മേഖല കൂയിപ്പർ ബെൽറ്റ്. കൂയിപ്പർ ബെൽറ്റ് ആരംഭിക്കുന്നത് നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുതൽ. കുള്ളൻ ഗ്രഹങ്ങളായ പ്ലൂട്ടോയും ഇറിസും സ്ഥിതി ചെയ്യുന്നത് കൂയിപ്പർ ബെൽറ്റിൽ. നെപ്റ്റ്യൂണിനെ നിരീക്ഷിച്ച പേടകം വോയേജർ 2, 1977. നെപ്റ്റ്യൂണിനെ കുറിച്ചുള്ള ഗണിത നിർവചനം നൽകിയ ശാസ്ത്രജ്ഞൻ ഉർബൈൻ ലെ വെരിയർ. ഉർബൈൻ ലെ വെരിയർ. അപരനാമങ്ങൾ: തുരുമ്പിച്ച ഗ്രഹം ചൊവ്വ, ചുവന്ന ഗ്രഹം ചൊവ്വ, നീലഗ്രഹം ഭൂമി. പ്രദോഷ നക്ഷത്രം ശുക്രൻ, പ്രഭാത നക്ഷത്രം ശുക്രൻ, തിളക്കമുള്ള ഗ്രഹം ശുക്രൻ, സൂര്യന്റെ അരുമ ശുക്രൻ, ഭൂമിയുടെ ഇരട്ട ശുക്രൻ, പച്ചഗ്രഹം യുറാനസ്, ഉരുളുന്ന ഗ്രഹം യുറാനസ്, കിടക്കുന്ന ഗ്രഹം യുറാനസ്, ആകാശപിതാവ് യുറാനസ്. കുള്ളൻ ഗ്രഹങ്ങൾ: സ്വന്തമായി ഭ്രമണപഥമോ ഗോളാകൃതിയോ ഇല്ലാത്തതും സൂര്യനെ വലം വെക്കാത്തതുമായ ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ. ഗ്രഹനിയമങ്ങൾ പാലിക്കാത്ത ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് കുള്ളൻ ഗ്രഹങ്ങൾ. സൗരയൂഥത്തിലെ കുള്ളൻ ഗ്രഹങ്ങൾ പ്ലൂട്ടോ, ഇറിസ്, സിറസ്, ഹൗമിയ, മേക്മേക്. പ്ലൂട്ടോ. റോമാക്കാരുടെ പാതാള ദേവന്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ. ഗ്രഹപദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം പ്ലൂട്ടോ. പ്ലൂട്ടോയെ കണ്ടെത്തിയത് ക്ലൈഡ് ടോംബോ, 1930. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കിയ സംഘടന ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ. ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് 2006 ഓഗസ്റ്റ് 24. പ്ലൂട്ടോയെ ഗ്രഹപദവിയിൽ നിന്ന് നീക്കാൻ കാരണം നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം മുറിച്ചു കടക്കുന്നത് കൊണ്ടും സ്വന്തം ഉപഗ്രഹമായ ഷാരണിനെ ചുറ്റുന്നത് കൊണ്ടും ഗുരുത്വാകർഷണ ബലം കുറവായതിനാലും പിണ്ഡം ചന്ദ്രന്റെ 1/6 മാത്രമായതിനാലും 2008 ജൂൺ 12 അന്താരാഷ്ട്ര അസ്ട്രോണമിക്കൽ യൂണിയൻ പുനർനിർവചിച്ച പ്രകാരം പ്ലൂട്ടോ അറിയപ്പെടുന്നത് പ്ലൂട്ടോയിഡ്. പ്ലൂട്ടോയിഡുകൾ എന്നറിയപ്പെടുന്ന ആകാശഗോളങ്ങൾ പ്ലൂട്ടോയും എറിസും. പ്ലൂട്ടോയുടെ പ്രധാന ഉപഗ്രഹങ്ങൾ ഷാരൺ, ഹൈഡ്ര,
നിക്സ്, കെർബറോസ്, സ്റ്റെക്സ്. പ്ലൂട്ടോയെ ചുറ്റുന്ന ഏറ്റവും വലിയ ഗോളം ഷാരൺ. ഷാരണിനെ കണ്ടെത്തിയത് ജെയിംസ് ക്രിസ്റ്റി 1978. 2015 ജൂലൈയിൽ പ്ലൂട്ടോയിൽ എത്തിച്ചേർന്ന പേടകം ന്യൂ ഹൊറൈസൺ. വിക്ഷേപിച്ചത് നാസ. 2019 ന്യൂ ഹൊറിസോൺ സ്പേസ് ക്രാഫ്റ്റ് ജലാംശയം കണ്ടെത്തിയത് അൾട്ടിമ ടൂലെ. കുയിപ്പർ ബെൽറ്റിൽ കാണപ്പെടുന്ന വസ്തുവാണ്. പ്ലൂട്ടോയുടെ പര്യവേഷണ വാഹനമായ ന്യൂ ഹൊറൈസന്റെ ഊർജ സ്രോതസ് പ്ലൂട്ടോണിയം. പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ മലകളും ഗർത്തങ്ങളുമാണുള്ളതെന്ന് കണ്ടെത്തിയ നാസയുടെ പേടകം ന്യൂ ഹൊറൈസൺ. ഇറിസ്. ഏറ്റവും വലിയ കുള്ളൻ ഗ്രഹം ഇറിസ്. ഇറിസിനെ ചുറ്റുന്ന ആകാശഗോളം ഡിസ്നോമിയ. 2005 ഇറിസിനെ കണ്ടുപിടിച്ചത് മൈക്ക് ബ്രൗൺ. ക്സേന എന്നറിയപ്പെടുന്ന ആകാശഗോളം ഇറിസ്. ഏറ്റവും ചെറിയ കുള്ളൻ ഗ്രഹം സിറസ്. അന്തർ സൗരയൂഥത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏക കുള്ളൻ ഗ്രഹം സിറസ്. സിറസിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം 2006. 1801 സിറസിനെ കണ്ടെത്തിയത് ഗൂസെപ്പി പിയാസി. മേക്കിനെ കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ച വർഷം 2005. 2004 കണ്ടുപിടിച്ച നെപ്റ്റ്യൂണിന്റെ ഓർബിറ്റിന്റെ സമീപമുള്ള കുള്ളൻ ഗ്രഹം ഹൗമിയ. സൂര്യനോട് അടുത്തുള്ള മൂന്നാമത്തെ കുള്ളൻ ഗ്രഹം ഹൗമിയ. സൗരയൂഥത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചെസ് ചാമ്പ്യന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? വിശ്വനാഥൻ ആനന്ദ്. ക്ഷുദ്രഗ്രഹങ്ങൾ. എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ സൂര്യനെ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ഗ്രഹശകലങ്ങൾ. ക്ഷുദ്രഗ്രഹങ്ങൾക്ക് ഉദാഹരണം ഐഡ, ഒൽബേഴ്സ്, പല്ലാസ്, വെസ്റ്റ, ഇറോസ്, ഗ്രാസ്പ. ക്ഷുദ്രഗ്രഹങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചിഹ്നഗ്രഹങ്ങൾ. 2022 ഭൂമിയുമായി കൂട്ടിമുട്ടുമെന്ന് കരുതപ്പെടുന്ന ക്ഷുദ്രഗ്രഹം 19BF19. ഈറോസ് എന്ന ക്ഷുദ്രഗ്രഹത്തിൽ ഇറങ്ങിയ ബഹിരാകാശ പേടകം നിയർ. ജപ്പാൻ വിക്ഷേപിച്ച ഹയബൂസ എന്ന പേടകം ഏത് ചിഹ്നഗ്രഹത്തിലാണ് ഇറങ്ങിയത്? ഇറ്റോകാവ. ആദ്യമായി കണ്ടെത്തപ്പെട്ട ക്ഷുദ്രഗ്രഹം സിറസ്. കുള്ളൻ ഗ്രഹ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ക്ഷുദ്രഗ്രഹം സിറസ്. ക്ഷുദ്രഗ്രഹങ്ങളായ സിറസ്, വെസ്റ്റ എന്നിവയെക്കുറിച്ച് പഠിക്കാനായി അയച്ച ദൗത്യം ഡോൺ. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹ ബെൽറ്റിലൂടെ സഞ്ചരിച്ച ആദ്യ പേടകം പൈനിയർ 10. ഏത് ക്ഷുദ്രഗ്രഹമാണ് ഭൂമിയിലേക്ക് പതിച്ച് മനുഷ്യവംശം തുടച്ചു നീക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ ടെനിസൺ സർവകലാശാലയിലെ ഗവേഷകർ കണ്ടെത്തിയത്? 1950DA. മലയാളിയായ സൈനുദ്ദീൻ പട്ടാഴിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ക്ഷുദ്രഗ്രഹം 5178 പട്ടാഴി. 5178 പട്ടാഴി. വളരെ ദീർഘമായ പ്രദക്ഷിണ പഥത്തിലൂടെ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ധൂമകേതുക്കൾ അല്ലെങ്കിൽ വാൽ നക്ഷത്രങ്ങൾ. വാൽ നക്ഷത്രങ്ങൾ അശുദ്ധ ഹിമപദാർത്ഥങ്ങളാണ്. വാൽ നക്ഷത്രങ്ങളുടെ വാൽ ദൃശ്യമാകുന്നത് ടിൻഡൽ പ്രഭാവത്താൽ. ധൂമകേതുക്കളുടെ വാൽ പ്രത്യക്ഷപ്പെടുന്ന ദിശ സൂര്യന് വിപരീത ദിശയിൽ. വാൽ നക്ഷത്രങ്ങളുടെ ശിരസ് അറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. വാൽ നക്ഷത്രത്തിന്റെ ശിരസിലിറങ്ങി പഠനം നടത്തിയ ദൗത്യം റോസറ്റ. വാൽ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ആദ്യമായി ആരംഭിച്ചത് സർ എഡ്മണ്ട് ഹാലി. ഹാലിയുടെ ധൂമകേതു എത്ര വർഷം കൊണ്ടാണ് സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്? 76 വർഷങ്ങൾ കൊണ്ട്. ഹാലിയുടെ വാൽ നക്ഷത്രം അവസാനമായി ഭൂമിയിൽ ദൃശ്യമായത് 1986. ഹാലിയുടെ ധൂമകേതുവിന്റെ പരിക്രമണ കാലം കണ്ടുപിടിച്ചത് എഡ്മണ്ട് ഹാലി. ഹാലിയുടെ വാൽ നക്ഷത്രത്തെ നിരീക്ഷിക്കാൻ ജപ്പാൻ അയച്ച ബഹിരാകാശ പേടകം സകിഗാക്കെ. 20ാം നൂറ്റാണ്ടിന്റെ വാൽ നക്ഷത്രം എന്ന് വിളിക്കപ്പെടുന്നത്
ഹേൽ ബോപ്പ്. വാൽ നക്ഷത്രവുമായി കൂട്ടിയിടിച്ച ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ഡീപ് ഇമ്പാക്ട്. ഡീപ് ഇമ്പാക്റ്റുമായി കൂട്ടിയിടിച്ച വാൽ നക്ഷത്രം ടെമ്പിൾ 1. ഒരു വാൽ നക്ഷത്രത്തിന്റെ വാലിൽ പ്രവേശിച്ച് ധൂളീയ പഠനങ്ങൾ ശേഖരിച്ച പേടകം സ്റ്റാർഡസ്റ്റ്. സ്റ്റാർഡസ്റ്റ് എന്ന വാൽ നക്ഷത്രത്തിൽ നിന്നാണ് ധൂളികൾ ശേഖരിച്ചത്. ബിൽറ്റ് 2. ഏറ്റവും കുറഞ്ഞ പരിക്രമണ കാലമുള്ള ധൂമകേതുവാണ് എൻകെയുടെ വാൽ നക്ഷത്രം. പരിക്രമണ കാലം ഏറ്റവും കൂടുതലുള്ളത് കൊഹൌടെക്കിന്റെ ധൂമകേതുവിനാണ്. വാൽ നക്ഷത്രങ്ങളുടെ ഉത്ഭവമായി കരുതുന്നത് ഊർട്ടുമേഖല. ഊർട്ടുമേഘങ്ങൾ കണ്ടുപിടിച്ചത് ജാൻ ഊർട്ട്. ആന്തര ഊർട്ടുമേഘങ്ങളിൽ കണ്ടെത്തിയ ആദ്യ ആകാശഗോളം സെറ്റ്ന. ബാപ്പു ബോക്ക് ന്യൂകിർക്ക് എന്ന വാൽ നക്ഷത്രം കണ്ടുപിടിച്ച മലയാളി MK വൈനു ബാപ്പു. ഇന്ത്യക്കാരുടെ പേരിൽ അറിയപ്പെടുന്ന ഏക വാൽ നക്ഷത്രം ബാപ്പു ബോക്ക് ന്യൂകിർക്ക്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞൻ MK വൈനു ബാപ്പു. ആധുനിക ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് MK വൈനു ബാപ്പു. ഉൽക്കകൾ. ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്ര അവശിഷ്ടങ്ങളും വ്യതിയാനത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ ഘർഷണം മൂലമുള്ള അത്യുഗ്ര ചൂടിൽ കത്തി ഇല്ലാതാകുന്നതാണ് ഉൽക്കകൾ. ഉൽക്കാപതനത്തിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷം. കത്തി തീരാത്ത ഭൂമിയിൽ പതിക്കുന്ന ഉൽക്കകൾ ഉൽക്കാശിലകൾ. ലക്ഷക്കണക്കിന് ഉൽക്കകൾ അന്തരീക്ഷത്തിൽ വെച്ച് ഒരുമിച്ച് കത്തുമ്പോൾ ഉണ്ടാകുന്ന ആകാശ വിസ്മയം കൊള്ളിമീനുകൾ. കൊള്ളിയൻ പതിക്കുന്ന താരങ്ങൾ എന്നറിയപ്പെടുന്നത് ഉൽക്കകൾ. ഭൂമിയിൽ ഇന്നേ വരെ വീണിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ഉൽക്കാശിലയായ ഹോബ വെസ്റ്റ് പതിച്ചത് 1920 നമീബിയയിൽ. റഷ്യയിൽ ഉൽക്കാശില പതിച്ച നദിക്കര ചിങ്കേ നദിക്കര. ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രൻ. ഫോസൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ചന്ദ്രൻ. വലുപ്പത്തിൽ സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ചന്ദ്രന്റെ സ്ഥാനം 5-ാം സ്ഥാനം. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം 27 ദിവസം. ഭൂമിയുടെ കിഴക്കോട്ടുള്ള കറക്കം നിമിത്തം ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ചന്ദ്രോദയം. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിവസം അമാവാസി. ചന്ദ്രന്റെ ഒരു കല ആവർത്തിക്കാൻ വേണ്ട സമയം 29.5 ദിവസം. അടുത്തടുത്ത 2 വാവുകൾക്കിടയിലുള്ള സമയം 29.5 ദിവസം. പശ്ചാത്തല നക്ഷത്രങ്ങളെ ആധാരമാക്കി കണക്കാക്കുന്ന ദൈർഘ്യം കുറഞ്ഞ മാസം നക്ഷത്രമാസം. വൃത്തിക്ഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ദൈർഘ്യം കൂടിയ മാസം കേവല ചാന്ദ്രമാസം. സാധാരണ കാണപ്പെടുന്നതിൽ നിന്നും കൂടുതൽ വലുപ്പത്തിലും തിളക്കത്തിലും ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം സൂപ്പർ മൂൺ. ഒരേ മാസത്തിൽ തന്നെ ദർശനീയമാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ നീലചന്ദ്രൻ. പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഇരുണ്ട ചുവപ്പു നിറത്തിൽ കാണപ്പെടുന്ന ചന്ദ്രബിംബം ബ്ലഡ് മൂൺ. 182 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ, ബ്ലഡ് മൂൺ എന്നിവ ഒരുമിച്ച് പ്രത്യക്ഷമായ ദിവസം 2018 ജനുവരി 31. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തിന്റെ ചരിവിനുള്ള വ്യത്യാസം 5.5 ഡിഗ്രി. എല്ലാ കർത്തവാവിനും സൂര്യഗ്രഹണം ഉണ്ടാകാത്തതിന്റെ കാരണം ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവ്. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ്. ചന്ദ്രനിൽ ആകാശം കറുത്ത നിറത്തിൽ കാണാൻ കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ല.
ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിൽ ഉള്ളത്? 1/6. ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? 59%. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകൾ മരിയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾ ടെറൈൻ. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലി. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ബെയ്ലി ഗർത്തം. അരിസ്റ്റാർക്കസ് ഗർത്തം കാണപ്പെടുന്നത് ചന്ദ്രനിൽ. ചന്ദ്രനിലെ ഏറ്റവും തെളിഞ്ഞ ഗർത്തം അരിസ്റ്റാർക്കസ്. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലെബിനിറ്റ്സ്. ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന മനുഷ്യനിർമ്മിതി ചൈനയിലെ വൻമതിൽ. ഭൂമിയിൽ ഇല്ലാത്തതും ചന്ദ്രനിൽ കണ്ടെത്തിയതുമായ രാസസംയുക്തം ക്രീപ്പ്. ചന്ദ്രന്റെ ആകൃതി ഗോളാകൃതി. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് പൃഥ്വി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭൂമിയിൽ ദൃശ്യമാകുന്നതാണ് അർദ്ധചന്ദ്രൻ. ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരികയും ചന്ദ്രനെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് അമാവാസി. സമീപത്തുള്ള ചന്ദ്രൻ വിദൂരതയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ താരതമ്യേന വലുതായി കാണുന്ന പ്രതിഭാസം ഭേദനം. അമേരിക്കയുടെ ചാന്ദ്ര പരിവേഷണ പരിപാടിക്ക് പറയുന്നത് അപ്പോളോ ദൗത്യങ്ങൾ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ അമേരിക്കൻ പേടകം റേഞ്ചർ 4. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം അപ്പോളോ 8. ചന്ദ്രനിൽ മനുഷ്യനെ വഹിച്ചുകൊണ്ട് എത്തിയ ആദ്യ പേടകം അപ്പോളോ 2. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാൻ ഉപയോഗിച്ച ചെറുവാഹനം ഈഗിൾ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ വ്യക്തികൾ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ. ആംസ്ട്രോങ്ങും ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയപ്പോൾ മാതൃപേടകമായ കൊളംബിയയെ നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കോളിൻസ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തതയുടെ സമുദ്രം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവയ്പ്, മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടം ആരുടെ വാക്കാണ്? നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിലേക്ക് ആദ്യമായി ഒരു പേടകം വിക്ഷേപിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം ലൂണ 2. ഏറ്റവും ഒടുവിലായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി യൂജിൻ സെർനാൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അലൻ ഷെപ്പേർഡ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക്. ഭൂമിക്ക് അഭിമുഖമായി വരാത്ത ചന്ദ്രന്റെ അർദ്ധഗോളം ഫാർ സൈഡ് ഓഫ് ദ മൂൺ. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ച ഫലകത്തിൽ എഴുതിയിരുന്നത്, ഞങ്ങൾ ഇവിടെ എത്തിയത് മാനവരാശിക്കാകെ സമാധാനത്തിന് വേണ്ടിയാണ്. ഇന്ത്യക്ക് വേണ്ടി ചന്ദ്രനിലെ ലോഹഫലകത്തിൽ മനുഷ്യകുലത്തിന് നന്മ വരാൻ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ എന്ന സന്ദേശം നൽകിയത് വി വി ഗിരി. വി വി ഗിരി. ചന്ദ്രന്റെ പ്രധാന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരുകൾ പ്രശാന്തതയുടെ സമുദ്രം, കൊടുങ്കാറ്റുകളുടെ സമുദ്രം, ശൈത്യക്കടൽ, ആർദ്രതയുടെ കടൽ, ബാഷ്പക്കടൽ, മഴക്കടൽ, മഴവില്ലുകളുടെ ഉൾക്കടൽ, മോസ്കോ കടൽ, ഉറക്കത്തിന്റെ ചതുപ്പ്, നുരയുന്ന കടൽ, മേഘക്കടൽ.